പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചില പ്രിയപ്പെട്ടവരെ നമ്മൾ ചില ജോലിക്കായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യാൻ മടിക്കുന്നു. എന്തുകൊണ്ടാണ്? നമുക്ക് അത്ര ഒരു അവസ്ഥയിൽ നമുക്ക് ആ വ്യക്തിയെ ചിലപ്പോൾ ഉള്ളിൽ വിശ്വാസം ഉണ്ടാകത്തില്ല. കാരണം അവൻ അവിടെ ചെന്നിട്ട് ആ ജോലിയിൽ പ്രവേശിച്ച് എന്തെങ്കിലും ഒരു തെറ്റ് കാണിച്ചാൽ അതിന്റെ പേരിലോട്ട് ആർക്കിരിക്കും? റെക്കമെൻഡ് ചെയ്യുന്ന നമുക്കിരിക്കും, ഇല്ലേ? എന്നാൽ നമ്മളൊരു ഡോക്ടറെ കാണാൻ പോകുന്നു. ആ ഡോക്ടറിൽ നമുക്ക് വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ ആ ഡോക്ടർ കാണാൻ പോകുന്നതും അയാൾ എഴുതി തരുന്ന മരുന്ന് സ്വീകരിച്ച് നമ്മൾ ആ മരുന്ന് കഴിച്ച് നമ്മൾ നമ്മുടെ രോഗം മാറ്റാനായിട്ട് സാധിക്കുമെന്ന് നമ്മൾ കരുതുന്നതും, ഇല്ലേ? അപ്പോൾ ഈ മനുഷ്യനെ സംബന്ധിച്ച് മനുഷ്യന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ലോകത്തിലുള്ളതിനെ ഉള്ള ഒരു വിശ്വാസം പലപ്പോഴും ദൈവത്തിലില്ല എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവർ, നമുക്ക് വചനത്തിലേക്ക് നോക്കാം. ഹെബ്രായക്കാർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്ന ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. പ്രൈസ് ദി ലോർഡ്. അതിന്റെ സ്വല്പം താഴേക്ക് 6-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുകയാണ്: വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ഇസ്രായേൽ ജനത്തിന് അവർക്ക് പറ്റിയ ഒരു അബദ്ധം എന്നാണെന്നറിയോ? അവര് ഒരിക്കൽ പോലും യഹോവയെ അവരെ നയിച്ചിരുന്ന, അവർ വിശ്വസിച്ചിരുന്ന, അവരെ പരിപാലിച്ചിരുന്ന യഹോവയെ അവര് കണ്ടിരുന്നില്ല. അവര് മറ്റു ചില ദേശങ്ങളിൽ അടിമത്തത്തിൽ കഴിഞ്ഞ കാലഘട്ടത്തിലും മറ്റു ചില രാജ്യങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടെയുള്ളവരെ യുദ്ധം ചെയ്ത് തോൽപ്പിക്കുമ്പോഴും ആ നാട് അവർ പിടിച്ചടക്കുമ്പോഴും ഒക്കെ അവർ കണ്ടിരുന്നത് ഭീമത്സവും വികൃതവും വിരൂപവുമായ ചില ദൈവങ്ങളുടെ രൂപങ്ങളാണ്. ആ രൂപങ്ങൾ പലപ്പോഴും അവരെ ഭയത്തിലേക്കും മറ്റൊരു തരം തെറ്റായ വിശ്വാസത്തിലേക്കും അവരെ നയിച്ചു. അന്ധവിശ്വാസങ്ങളെ അവർ കൂട്ടുപിടിച്ചു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്ന ദൈവമായ യഹോവയെ അവർക്ക് ഒരിക്കലും കാണാൻ സാധിക്കുമായിരുന്നില്ല. പക്ഷേ യഹോവയുടെ പ്രവൃത്തികൾ അവരുടെ ജീവിതത്തിൽ പലപ്പോഴും അവർക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പക്ഷേ അതൊന്നും അവരെ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നയിച്ചില്ല. ചെങ്കടല് പിളർന്ന് അവരെ രക്ഷിച്ച യഹോവ, പകൽ മേഘസ്തംഭവും രാത്രി ദീപസ്തംഭവുമായിട്ട് അവർക്ക് വഴി നയിച്ച യഹോവ, അവർക്ക് ഭക്ഷിക്കാനായിട്ട് മന്ന പൊഴിച്ച യഹോവ, അവർക്ക് വിശപ്പടക്കാനായിട്ട് കാടപ്പക്ഷിയെ കൊടുത്തുകൊണ്ട് അവരെ വിശപ്പടക്കിയ യഹോവ, പാറയിൽ നിന്ന് ഉറവയെ സൃഷ്ടിച്ചുകൊണ്ട്, മരുഭൂമിയിൽ പാറയിൽ നിന്ന് ഉറവയെ സൃഷ്ടിച്ചുകൊണ്ട് അവന്റെ ദാഹം അകറ്റിയ യഹോവ, ദാനിയേലിനെ സിംഹത്തിന്റെ വാ പൂട്ടിക്കൊണ്ട് ദാനിയേലിനെ സിംഹത്തിൽ നിന്ന് രക്ഷിച്ച യഹോവ, അഗ്നികുണ്ഡത്തിന്റെ മധ്യത്തിൽ നിന്ന് 3 യുവാക്കളെ ഒരു പോറൽ പോലും, തീയുടെ ഗന്ധം പോലും അടിക്കാത്ത വിധം അവരെ ഒരു മുടിനാര് പോലും അവരുടെ കത്തിപ്പോകാത്ത വിധം അവരെ രക്ഷിച്ച യഹോവ, ഈ യഹോവയെ അവർക്ക് പലപ്പോഴും അനുഭവിച്ചറിയാനായിട്ട്, ആ യഹോവയിൽ പൂർണ്ണമായിട്ട് വിശ്വാസം അർപ്പിക്കാനായിട്ട് സാധിച്ചില്ലെന്നുള്ളതാണ് ഇസ്രായേൽ ജനത്തിന് പറ്റിയ ഏറ്റവും വലിയ അപജയം.